ഒന്നല്ല 2 തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് വന്നത്. ആദ്യത്തെ നമ്മുടെ കേരള സ്റ്റൈൽ ഇടിയപ്പം മുതിരക്കറിയും, രണ്ടാമത്തെ തമിഴ്നാടൻ പൊങ്കലും ചമ്മന്തി. അപ്പോൾ ആദ്യം പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചെറുപയറും പച്ചരിയും കൂടെ കൂടിയിട്ട് ഒന്ന് കഴുകി പയ്യെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ജീരകം, ഗ്രാമ്പു, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് കായപ്പൊടിയും നെയ്യും കൂടെ ചേർത്തിട്ട് നേരെ നമ്മുടെ കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഇടിയപ്പൊക്കെ ഒന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരക്കറി ഉണ്ടാക്കാനായിട്ട് ഇതേ തേങ്ങ അരപ്പും അതുപോലെ ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉമ്മച്ചൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ പൊങ്കലിന് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തി കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. തേങ്ങ, കടലപ്പരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നേരെ താളിപ്പിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ചമ്മന്തിയൊക്കെ അങ്ങോട്ട് സെറ്റാണ് കേട്ടോ. അപ്പോഴേക്കും ഉമ്മച്ചി നമ്മുടെ മധുരക്കറിയൊക്കെ ഒന്ന് ചൂടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവാൻ വെച്ചിരുന്ന ആ ഒരു പൊങ്കൽ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ആയി കിട്ടിയാൽ നേരെ നമ്മുടെ താളിപ്പ്. അതിനായിട്ട് നെയ്യിലേക്ക് കുറച്ച് കടുക്, അണ്ടിപ്പരിപ്പ്, കറിവേപ്പില, വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പൊങ്കൽ അങ്ങോട്ട് സെറ്റാണ്. ഇനി നമുക്ക് തീരുമാനിക്കാൻ നല്ല കേരള സ്റ്റൈൽ ഇടിയപ്പവും മധുരക്കറിയും വേണോ, അതോ നമ്മുടെ തമിഴ്നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്കലും ചമ്മന്തിയും വേണോ.